ഈ ചേച്ചി വലതുഭാഗത്ത് മൊബൈലും കഴിപ്പിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ തലയും മുട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി പതുക്കെ മൊബൈലിൻ്റെ ഇടത് കയ്യിലാണ്ട് പിടിച്ച് തിരിഞ്ഞു നിന്നപ്പോൾ കറക്റ്റ് പൊസിഷനാണ്. ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിയാലും ആക്സിലേറ്റർ ചവിട്ടിയാലും ചേച്ചി വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. ആ ഒരു പുഞ്ചിരി കണ്ടേ ചേച്ചിൻ്റെ, എന്തൊക്കെയോ സാധിച്ചതുപോലെ. ആ ചേച്ചി ഒന്ന് അറിഞ്ഞു മുട്ടിയപ്പോൾ ആ ഏട്ടൻ്റെ ജീവനൊന്ന് പോയി കിട്ടി. ആ ഏട്ടൻ ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ളവരിനെ, അതായത് ബസ്സിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരിനെ കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ തന്നെ പ്രതികരിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം വരുള്ളൂ. ഈ ചേച്ചി ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പരിസരത്ത് ആ ചേച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കതൊന്ന് ശ്രദ്ധിച്ചിട്ട് പറയേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനിമേൽ, ഇപ്പോൾ പറഞ്ഞില്ല ഓക്കെ, പക്ഷേ ഇനിമേലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോൾ ഈ ചെയ്തത് എന്താണ് ശരിയല്ല. ചേച്ചിക്ക് ഇത്രയും വെറിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറെ ഒരുപാട് വഴികളുണ്ട്. ഇത്രയും ഈ 19 ആൾക്കാരുടെ ഇടയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തൊലിക്കെട്ടി എന്തായാലും സമ്മതിക്കണം.